ഒരിക്കലും മംഗലശ്ശേരി നീലകണ്ഠൻ മലയാളികൾ മറക്കൂല. അതേപോലെ തന്നെയാണ് ഇതിലൊരാൾ കയറി കഴിഞ്ഞാൽ ഒരിക്കലും മറക്കരുത്. അതിന്റെ ഫുള്ള് ക്രെഡിറ്റ് ആർക്ക് കൊടുക്കും? അതിന്റെ ഫുള്ള് ക്രെഡിറ്റ് ഇതാ നിൽക്കുന്ന. നമ്മൾ വന്നിരിക്കുന്നത് മംഗലശ്ശേരി തറവാട് വീടിന്റെ മുറ്റത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നീലകണ്ഠൻ BS6 ട്രാവലർ 17 സീറ്റ് വണ്ടി. ഇവരുടെ കേസിലാണെങ്കിൽ വേറെ സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ജോഷി തന്നെ ആദ്യമായിട്ട് ചെയ്ത കുറച്ച് വണ്ടികളിൽ ഒന്നാണ് ഇത്. ഒരു മയിൽപ്പീല് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു എഡിഷൻ ടൈം കാണാൻ. പിന്നെ ഉള്ളിൽ നീലകണ്ഠൻ എന്നുള്ള ഒരു ലിയോണ് കത്തി കിടക്കുന്ന ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ. ശ്രദ്ധിക്കണ്ടേ. മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് എവിടെയെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലെ പുനലൂർ അടുത്തിലെ വെൺചേമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. നമ്മളിന്ന് മംഗലശ്ശേരി നീലകണ്ഠനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഏത് നമ്മുടെ പഴയ മംഗലശ്ശേരി നീലകണ്ഠനല്ല, ഇത് നല്ല പക്കാ ന്യൂജനായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള മംഗലശ്ശേരി നീലകണ്ഠൻ. മംഗലശ്ശേരി നീലകണ്ഠൻ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇതേ നിൽക്കുന്നു മച്ചാന്മാരെ, നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ. ഒരു BS6 മംഗലശ്ശേരി നീലകണ്ഠനാണോ, പഴയ ആളല്ല, പുതിയ ആൾ. വെൺചേമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ നിന്നും മംഗലശ്ശേരി നീലകണ്ഠൻ്റെ മണ്ണാണ്. അതെ, നമ്മൾ വന്നിരിക്കുന്നത് മംഗലശ്ശേരി തറവാട് വീടിൻ്റെ മുറ്റത്താണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നീലകണ്ഠൻ BS6 ട്രാവലർ 17 സീറ്റ് വണ്ടി. അതെ, ഒരു മാസമായിട്ടുള്ളൂ. വർമാസിന്റെ സെറ്റും ജോഷിന്റെ ഫുൾ വർക്കും കഴിഞ്ഞ് വണ്ടി ഇറങ്ങിയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇതിന്റെ ഒരു റിവ്യൂ എടുക്കാനാണ്. കസ്റ്റമൈസേഷൻസും അലോയ് കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വണ്ടിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ ഇതിന്റെ റിവ്യൂ എടുക്കാനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കൊല്ലത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീട് കണ്ടില്ലേ, മംഗലശ്ശേരി തറവാടിന്റെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീട് കാണിച്ച് തുടങ്ങണം അല്ലേ. ഇതിന്റെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെൻട്രൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വീടും അത് വേറെ വീടുമാണ്. രണ്ടും ഒരേപോലെയാണ്. ഫ്രണ്ട് ആണെങ്കിലും ഇനിയിപ്പോൾ ഇന്റീരിയർ ആണെങ്കിലും എല്ലാം ഒരേപോലെ അല്ലേ നീവല? ഒരു സഹോദരങ്ങളുടെ വീടാണ്. കൃഷ്ണകുമാരേട്ടൻ്റെയും ജയകുമാരേട്ടൻ്റെയും വീടാണ്. ഒരുപോലെ പണിത രണ്ട് മനോഹരമായിട്ടുള്ള വീട്. രണ്ട് ആനകളൊക്കെ ഉണ്ട്. ഇത് അനിയൻ്റെ വീട്, അത് ചേട്ടൻ്റെ വീട്. അപ്പോൾ രണ്ടിലും ഒരു ആനേനെ സെറ്റ് ചെയ്താണെങ്കിൽ പോലും രണ്ടിലും ഒരേപോലെ സെറ്റ് ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇതാണ് മച്ചന്മാരെ നമ്മുടെ വണ്ടി. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠനെ ഇവനെയും കൊണ്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ. കണ്ടില്ലേ നീലകണ്ഠൻ, ആ ഒരു എഡിഷൻ നെയിമിൽ പോലും ഉണ്ട് അവൻ്റെതായ ഒരു യൂണീക്നെസ് അല്ലേ. അപ്പോൾ നീലകണ്ഠനെ നമ്മൾ കളത്തിലിറക്കാൻ പോവുകയാണ്. വാച്ച് ആൻഡ് സീ. അപ്പോൾ മച്ചാൻ നമ്മൾ നമ്മുടെ വണ്ടി നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠനെയും കൊണ്ടിട്ട് നമ്മൾ പിനാക്കിൾ വ്യൂ പോയിന്റ് എന്താ അതിമനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പിനാക്കിൾ വ്യൂ പോയിന്റിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയുടെ റിവ്യൂയിലേക്ക് കിടക്കലേ പോലെ. അതെ, 2596 cc ഉള്ള നമ്മുടെ സ്ഥിരം ഫോഴ്സ് ട്രാവലറിൽ വരുന്ന സെയിം എഞ്ചിനോട് കൂടിയിട്ട് ഉള്ള വണ്ടിയാണ്. 17 സീറ്റ് ട്രാവലറാണ് മംഗലശ്ശേരി നീലകണ്ഠൻ. നീലകണ്ഠനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെള്ള സുന്ദരക്കുട്ടൻ അങ്ങനെ തന്നെ എടുത്തു പറയണം. കാരണം അത്രയേറെ ഭംഗിയാണ് അല്ലേ, എന്ത് രസം കാണാൻ. പെയിന്റിങ്, അതായത് പെയിന്റോ ഓവർ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു വൈറ്റ് കളർ തന്നെ കൊച്ചു കാര്യങ്ങൾ, അതായത് അലോയ് വീല് അങ്ങനെ പിന്നെ കുറച്ച് കസ്റ്റമൈസേഷൻസ് എല്ലാം കൂടി ചെയ്തപ്പോൾ തന്നെ വണ്ടി വേറെ ലെവലിൽ ലുക്ക്. ഈ ഒരു ആംബിയൻസിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അല്ലേ? നിങ്ങൾ മുന്നേ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, പല വണ്ടികളും നമ്മൾ ട്രാവലറിൻ്റെ ഷോറൂമിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിൽ കിട്ടുന്ന വണ്ടി എങ്ങനെ ഈ രൂപത്തിലേക്ക് മാറ്റാം എന്നുള്ളതിൽ ഉത്തമ ഉദാഹരണമാണ് നീലകണ്ഠൻ. കാരണം ഇപ്പോൾ അടിയിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കേർട്ടിങ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ആ മിറർ കണ്ടില്ലേ, മിററിൻ്റെ ഡിസൈൻ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അഴക്. അതെ, അങ്ങനെ ഒത്തിരി കസ്റ്റമൈസേഷൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ വണ്ടി അത് ഇപ്പോൾ ബോഡി വർക്കിലാണെങ്കിലും പിന്നീട് ചെയ്യുന്ന വർക്കുകളിലാണെങ്കിലും അത് ആ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നത് ഒരു കലയാണ് അല്ലേ. അത് ഒരു വണ്ടിപ്രാന്തൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതെങ്ങനെ മാക്സിമം ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ് ഏതൊരു വണ്ടിപ്രാന്തനും ചിന്തിക്കുന്ന പോലെ ഇതിൻ്റെ ഉടമസ്ഥനും ചിന്തിച്ചിട്ടുണ്ടാവുക. അത് മാക്സിമം എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കി നമ്മുടെ മുമ്പിൽ കാണിച്ചിരിക്കുകയാണ് പറഞ്ഞാൽ നീലകണ്ഠനിലൂടെ അല്ലേ. നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ നോക്കലേ. നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരാം അല്ലേ. അതായത് മേലേക്ക് വരുമ്പോൾ ആ ടോപ്പിൽ ഒരു പോർഷൻ കാണാം. അതായത് നമ്മുടെ ലഗേജ് ക്യാരിയറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി വരുന്ന ആ ഒരു മേലത്തെ പോർഷൻ അല്ലേ. റൂഫ് ബോക്സ് പോലെ സെറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പം മുകളിൽ ഏകദേശം ഒരു അടിയോളം ഹൈറ്റ് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു സംഭവം വരുമ്പോൾ തന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള തലയെടുപ്പ് അങ്ങോട്ട് മാറി എന്നുള്ളതാണ്. മറ്റേതൊരു കുഞ്ഞു വണ്ടി, ഒരു എന്താ പറയുക, അതായത് കണ്ട രസമുണ്ട് ചോദിച്ചാൽ രസമുണ്ട്, പക്ഷേ മാക്സിമം ഭംഗിയായിട്ട് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം.
അത് ഇതിലൂടെ കാണാവുന്നതാണ് നമുക്ക്. അതെ, അപ്പോൾ ഏറ്റവും ടോപ്പിൽ അങ്ങനെ ഒരു സംഭവം. പിന്നെ താഴേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബ്ലാക്ക് ഗ്ലാസ് കാര്യങ്ങളാവും വരിക അല്ലേ, ബ്ലാക്ക് കളറ്. അത് ആ വണ്ടിയുടെ ആ ഒരു കളർ ടോണിനനുസരിച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇവരുടെ കേസിലാണെങ്കിൽ വേറെ സംഭവം കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ജോഷി തന്നെ ആദ്യമായിട്ട് ചെയ്ത കുറച്ച് വണ്ടികൾ ഒന്നാണ് ഇത്. അതെ, ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ലൈറ്റ്. അതെ, ഇത് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു സംഭവം ഉണ്ട്, പിന്നെ ഫുൾ ടൈം കത്തി കിടക്കുന്ന ഈ ഒരു സംഭവം, ഒരു DRL പോലൊരു സംഭവം. അതെ, ഇത് ഇൻഡിക്കേറ്ററിൻ്റെ അതാട്ടോ. അതും കൂടെ വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ തന്നെ കേട്ടോ. പിന്നെ വേറെ ഇവരെ മംഗലശ്ശേരി നീലകണ്ഠൻ, അതായത് മംഗലശ്ശേരി എന്നുള്ളവരുടെ ആ ഒരു പേരും നീലകണ്ഠൻ എന്നുള്ള എഡിഷൻ നെയിം, ഈ എഡിഷൻ നെയിം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. കണ്ടില്ല, ആ ഒരു മയിൽപ്പീലൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു എഡിഷൻ നെയിം കാണാൻ. പിന്നെ ഉള്ളിൽ നീലകണ്ഠൻ എന്നുള്ള ആ ഒരു നിയോണ് കത്തി കിടക്കുന്ന ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാൻ നീലകണ്ഠൻ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയാം, എനിക്ക് ഗ്രില്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, ഇത് ജോഷിന്റെ പുതിയ മോഡൽ ഗ്രില്ലാണ് അല്ലേ? അതെ, ഹണി കോമ്പ് ഗ്രില്ല് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പല കാറിൽ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് അങ്ങനെ പറയാം. ജോഷിന്റെ എന്താ വിളിക്കണം നമുക്കറിയില്ല. അതെ, പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയുന്നു. അതെ, ഹണി കോമ്പ്. അതെ, പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ കുറച്ച് ലൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭംഗിയായിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ആ ഒരു സ്കേർട്ടിങ്ങും ലിപ്പ് കാര്യങ്ങൾ അതൊക്കെ കൂടി വരുമ്പോൾ ഇതൊക്കെ ജോഷിന്ന് വരുന്ന കേട്ടോ. ജോഷി അല്ലെങ്കിൽ ബോഡി വർക്ക് ചെയ്യുന്നതാണ് ഇവർ ചെയ്തിട്ടുള്ള ജോഷിന്നാണ്. ആ ഒരു ലിപ്പും സ്കേർട്ടിങ് കൂടെ വരുമ്പോൾ അത് വണ്ടിയുടെ മൊത്തത്തിൽ ഓവറാ ഭംഗി അങ്ങോട്ട് കൂട്ടണം. അതെ, ബോഡി കിറ്റ് ചെയ്തിറങ്ങുമ്പോൾ തന്നെ വണ്ടി ഭയങ്കരമായിട്ട് അഴകാവുകയാണ്. അതെ, പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഈ അലോയ് വീലും കൂടി വന്നപ്പോൾ വണ്ടി പൂർണ്ണമായി. അതെ, അത് ഏതൊരു വണ്ടിക്കാണെങ്കിലും ഇനിയിപ്പോൾ കാറായിക്കോട്ടെ, ട്രാവലർ ആയിക്കോട്ടെ, ഈ സാധനം അങ്ങോട്ട് കയറുന്നതോട് കൂടി വണ്ടിയുടെ ലുക്ക് അടിമുടി അങ്ങോട്ട് മാറും. ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ചെയ്ത് നിയോടല്ലോ അല്ലെങ്കിൽ. അതെ, നമ്മളെന്താ അറിയുമോ, എത്ര അടിപൊളി ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും കാലുമ കിടക്കുന്ന ഷൂ ആണ് അല്ലെങ്കിൽ ചെരുപ്പാണ് ഐഡന്റിറ്റി, നമ്മളതല്ല അതിൻ്റെ. അത് ശരി കേട്ടോ. കാരണം ആ ഒരു വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് തന്നെ ഇപ്പോൾ ഒരു വർക്കും ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ പോലും അലോയ് ഇട്ട് കഴിഞ്ഞാൽ അത് വേറെ ലെവലാവും, സ്റ്റെപ്പായി വരും. അതെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഫ്രണ്ടിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സൈഡിലേക്ക് വരുമ്പോൾ ഇതാണ് മച്ചാന്മാരെ വണ്ടിയുടെ ഒരു ഓവറോൾ സൈഡിൽ എന്ന് പറയുന്നത് അവരുടെ ഒരു വീട്ടുപേര് അല്ലെങ്കിൽ വണ്ടിയുടെ പേര് മംഗലശ്ശേരി എന്നുള്ള ഒരു പേരും അവരുടെ ഒരു ലോഗോ പോലത്തെ ഒരു ഇതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മംഗലശ്ശേരി ട്രാവൽ ഹബ് കേട്ടോ. AC വണ്ടിയാണ്, അതിൻ്റെ ഒരു ബാറ്ററിയും കാര്യങ്ങൾ അവിടെ കാണാം. ലെറ്റ് യുവർ ഡ്രീംസ് ബി യുവർ വിങ്സ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളുടെ ചിറകുകളാവട്ടെ എന്നുള്ളൊരു മോട്ടിവേഷണൽ കോട്ടും നമുക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലോട്ട് വരികയാണെങ്കിൽ എന്താണ് ബാക്കിലോട്ട് വരുമ്പോൾ പറയൂ. ബാക്കിലോട്ട് വരികയാണെങ്കിൽ മെയിനായിട്ട് ആ ടയറും വീലും കൊടുത്തിട്ടുള്ളതാണ്. അതും അലോയുടെ ആ ഒരു ഇതും പിന്നെ മേലതേ ഞാൻ പറഞ്ഞേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, അതായത് ജോഷിന്ന് വരുന്ന ആ ഒരു ലഗേജ് കാരിയറും പിന്നെ ആ ടോപ്പിൽ ചെയ്തിട്ടുള്ള ഒരു റൂഫ് ബോക്സിൽ ലൈറ്റും കൂടെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോണി പോലും മച്ചന്മാരെ, ഈ ഒരു കോണി പോലും വണ്ടി ഇറങ്ങുമ്പോൾ വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഇതുപോലും നമ്മൾ ബോഡി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ജോഷി എന്നാണ് അവർ ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. അതായത് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്തൊക്കെ വേണോ പുറത്ത് പോയി ചെയ്യിച്ചോ, അത്രേ ഉള്ളൂ അവർക്ക്. അപ്പോൾ അത്രയൊക്കെയാണ്. പിന്നെ മംഗലശ്ശേരി അവരുടെ പേര് കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതും വർമാസാണ് മച്ചാമാരെ. ഒരു 1.5 വെടിക്കുള്ള ഐറ്റം ആണെങ്കിൽ ഇതിനകത്ത് ഉണ്ട് എന്ന് പറയാം. ലൈറ്റും സൗണ്ടും ഞങ്ങൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അത് വർമാസിന്റെ ഒരു ഫുള്ളി പാക്ഡ് വേർഷൻ ആണ് നമ്മുടെ നീലകണ്ഠൻ. അപ്പോൾ മച്ചാമാരെ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ബാക്ക് വ്യൂ. ഇവിടെയും വൈറ്റ് കളറ് ഒരു പ്രീമിയം വണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അടിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാറിലും ഇപ്പം എല്ലാ വണ്ടിയിലും വരുന്ന പോലെ തന്നെ. പിന്നെ നടുവിലായിട്ടൊരു റിവേഴ്സ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ സെൻസറിൻ്റെ ആണ്, നിങ്ങൾക്ക് അറിയായിരിക്കും. കണ്ടില്ലേ, 4 പോർഷനിലായിട്ട് കാണാം. ഇവിടെ ക്യാമറയുടെ ഒരു ഇതും കാണാം. അല്ലേ, ഇനിയിപ്പോൾ പുറത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഇത്രയൊക്കെയാണ് പുറത്തെ സംഭവങ്ങൾ. മച്ചാമാരെ, നമ്മുടെ ദേവാസുരം പടത്തിൽ പറഞ്ഞ പോലെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ പട്ടാളം, ആ പട്ടാളമാണോ ഈ പട്ടാളം മോനെ നിമലെ? ആ പട്ടാളമല്ല, പക്ഷേ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ നിർത്തവേണമെങ്കിൽ. അതെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാരഥി. ചേട്ടൻ്റെ പേര് പറഞ്ഞു? എൻ്റെ പേര് അനന്തു, ശംഭു എന്ന് അറിയുന്ന എല്ലാവരും. ശംഭു എന്നാണ് വിളിക്കാം. അപ്പോൾ നീലകണ്ഠനെ മേയ്ക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ അടുത്തുള്ളത് എൻ്റെ ഒരു സൂരജ്, ഞാൻ വണ്ടിയുടെ പ്രൊമോഷനും മാർക്കറ്റിംഗ് കാര്യങ്ങളും മാനേജർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണർ. 2 ഓണർമാരിൽ ഒരാൾ, സഹോദരങ്ങളാണ്. അപ്പോൾ ചേട്ടൻ്റെ പേര് പറഞ്ഞു? കൃഷ്ണകുമാറും ജയകുമാറും അല്ലേ? ഒരാൾ ഗൾഫിൽ നിന്ന് കൺട്രോൾ ചെയ്യണു, ഒരാൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്യണം. കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. മൈക്കൊന്ന് എടുത്തോട്ടെ. അപ്പോൾ മംഗലശ്ശേരി നമ്മുടെ വീട്ടുപേരാണ് അല്ലേ? വീട്ടുപേരാ മംഗലശ്ശേരി. അപ്പോൾ നീലകണ്ഠൻ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയി വന്നതാണോ? തീർച്ചയായും മംഗലശ്ശേരി എന്നാ ഈ വണ്ടിക്ക് എന്തായാലും പേരിടാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ മംഗലശ്ശേരി എന്ന പേരിനോട് ചേർന്ന് വരുന്ന പേരാ എന്തായാലും നീലകണ്ഠൻ. എവിടെ മലയാളികളുണ്ടോ അവരുടെ എല്ലാം ഒരു ഈ പറയുന്ന ഒരു പ്രചോദനമായ ഒരു പൗരുഷമുള്ളൊരു പേരല്ലേ നീലകണ്ഠൻ. മംഗലശ്ശേരി കേൾക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നീലകണ്ഠൻ എന്നുള്ള പേര്. അതെ, അത് കയറി വരും. അതുകൊണ്ടാണ് നീലകണ്ഠൻ ഇട്ടത് മാത്രമല്ല
ഇതൊരു നീലകണ്ഠനാക്കി ഇവനെ. അത് ഇതിൽ യാത്ര ചെയ്യുന്ന ആർക്കും അത് ബോധ്യപ്പെടും. വളരെ തൃപ്തികരമായ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് എന്നാണ് നമ്മുടെ ഇപ്പോൾ ദേവാസുരം ഇറങ്ങി, അത് കഴിഞ്ഞിട്ട് രാവണപ്രഭു ഇറങ്ങി, ഒരിക്കലും മംഗലശ്ശേരി നീലകണ്ഠൻ മലയാളികൾ മറക്കൂല. അതെ, അതേപോലെ തന്നെയാണ് ഇതിലൊരാൾ കയറി കഴിഞ്ഞാൽ ഒരിക്കലും മറക്കരുത്. അതിന്റെ ഫുള്ള് ക്രെഡിറ്റ് ആർക്ക് കൊടുക്കും? അതിന്റെ ഫുള്ള് ക്രെഡിറ്റ് ഇതാ നിൽക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കാണ് കൊടുക്കുന്നത്. എല്ലാ ഇൻഫ്ലുവൻസിനും പിന്നിൽ ഇദ്ദേഹമാണ് ഈ കോലത്തിലാക്കിയെടുക്കാനുള്ള ബാക്കിൽ നിന്ന് കളിച്ച വ്യക്തി. അതെ. അപ്പോൾ വണ്ടി ഇറക്കിയിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ അല്ലേ? 1 മാസമായിരുന്നു. ജോഷിൽ കൊണ്ടുപോയി അത്യാവശ്യം ഫുൾ വർക്ക്, ബോഡി കിറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് അവിടെ ചെയ്തു. 1 മാസത്തോളം ജോഷിൽ വർക്ക് ചെയ്തു. അതിനുശേഷം വർമാസിൽ എത്ര ദിവസം? വർമാസിൽ ഒരു 15-20 ദിവസങ്ങൾ ഇദ്ദേഹവും എൻ്റെ അനിയൻ ഇവരുടെ കൂടെ പോയത്. ടോട്ടൽ 2 മാസത്തിന്റെ അടുത്ത് 2 മാസം പണി കഴിഞ്ഞു. അപ്പോൾ ബർമാസ് ചൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും ഉണ്ടോ? ബർമാസ് ചൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ സൗണ്ട് ക്ലാരിറ്റി, അതിനേക്കാളും ഉപരി അവരുടെ സർവീസാണ്. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നു അവരുടെ സർവീസാണ്. നമുക്ക് എവിടെ പോയാലും, സൗത്ത് ഇന്ത്യയിൽ എവിടെ പോയാലും തന്നെ അവരെ വിളിച്ച് അവർ സ്പോട്ടിൽ വരും. ഇപ്പൊ മൈസൂർ ഓഫീസ് ഉണ്ടല്ലോ, അവരുടെ കർണാടകയിലും എല്ലായിടത്തും ഓഫീസ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പോയപ്പോ എന്തോ ഒരു സൗണ്ട് അല്ലല്ലോ, ലൈറ്റിന് എന്തോ ഒരു കംപ്ലൈന്റ് വന്നായിരുന്നു. വിളിച്ചു, ഇന്ന സ്പോട്ടിൽ എല്ലാം പറഞ്ഞ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അവരവിടെ വന്നു. ഇവരെത്തുന്നതിന് മുന്നേ അവിടെ ആളുണ്ട്. ഒരു കോമൺ സ്പോട്ട് പറയും, അവിടെ വന്നിട്ട്. അതെ, തീർച്ചയായും. അപ്പോൾ ബർമാസ് പോയി സെറ്റ് വർക്കും കാര്യങ്ങളും കഴിഞ്ഞു. ഫസ്റ്റ് ട്രിപ്പ് എവിടേക്കായിരുന്നു? ഫസ്റ്റ് ട്രിപ്പ് തിരുവനന്തപുരം ആറ്റുകാൽ മുതൽ തുടങ്ങി. അത് കമ്പനി ട്രിപ്പ് തന്നെ, ഫാമിലി ട്രിപ്പായിരുന്നു. അപ്പോൾ മുന്നേ ട്രാവലറിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടാവും. സ്വന്തം വണ്ടിയിൽ യാത്ര ചെയ്യാന്ന് പറയുന്നത് വേറൊരു ഫീലാണ്. എങ്ങനെയുണ്ടായിരുന്നു ആ ട്രിപ്പിൽ? ഞങ്ങളോടൊപ്പം 15 പേര് വേറെ ഉണ്ടായിരുന്നു. എല്ലാവരും പറഞ്ഞു ഇതൊരു ട്രാവലറാണെന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഇന്ന് രാവിലെ നമ്മളെ വിളിച്ചവർ പറഞ്ഞു ഇതിനകത്ത് കയറുമ്പോൾ നമ്മൾ വേറൊരു ലോകത്ത്, ഇത് നമ്മുടെ വണ്ടി ആയതുകൊണ്ട് പറയല്ല, അവർ പറഞ്ഞ കാര്യം പറഞ്ഞു. അതെ, തീർച്ചയായും. വേറൊരു കാര്യം കൂടി എടുത്തു പറയണ്ടോ മച്ചന്മാരെ, പൊതുവെ BS6 വണ്ടികൾ നമ്മൾ വേറെയും കയറിയിട്ടുണ്ട്. പക്ഷേ ഇതിന് സൗണ്ട് കുറവ്. പുതിയ വേർഷൻ്റെ OBD2 തന്നെ അല്ലേ? OBD2 ആണല്ലോ. പക്ഷേ സൗണ്ട് വളരെ കുറവാണ്. സ്മൂത്താണ് വണ്ടി അല്ലേ? അതെ. പൊതുവേ നമ്മൾ ഡീസൽ, ഇപ്പോൾ സ്വിഫ്റ്റ് ഒക്കെ ഡീസൽ എഞ്ചിൻ ഇല്ലേ, അതിൻ്റെ അതേ സൗണ്ട് ഉള്ളൂ, അത്ര സൗണ്ട് ഉള്ളൂ. മുന്നേ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏട്ടൻ ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ, പൊതുവേ സൗണ്ട് വളരെ കുറവാണ്. സൗണ്ട് തീരെ കുറവാണ്. എങ്ങനെ ഈ BS6 വരുമ്പോൾ എന്തൊക്കെ പുതിയ മാറ്റങ്ങളും കാര്യങ്ങളും? ഓടിക്കുമ്പോൾ സ്മൂത്ത്നെസ് ആണ്, നല്ല സ്മൂത്ത്നെസ് ആണ്. പിന്നെ സെൻസർ ഫുള്ള് സെൻസർ അല്ലേ, അതിന്റെ ഒരു ചേഞ്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പഴയ ട്രാവലറിലൊക്കെ കണ്ടില്ലേ, പഴയ ബസ് പോലെ തന്നെ വലിയ ഗിയർ ലീവർ ആവും. ഇത് ആദ്യമൊക്കെ തിരിക്കാൻ പോകുന്ന ഗിയർ ലീവർ. ഒരു വണ്ടിയുടെ സൈസ് അറിഞ്ഞാൽ മതി, ആർക്കും ഓടിക്കാവുന്നതേ ഉള്ളൂ. മച്ചാമാരെ, പൊതുവെ ട്രാവലർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവാണ് ബ്രേക്കിൻ്റെ ഒരു സംഭവം. ഇപ്പോൾ BS6 വന്നപ്പോൾ ഫ്രണ്ട് ഡിസ്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ബ്രേക്കൊക്കെ ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുണ്ടല്ലേ? അടിപൊളി, നല്ല ഓടിക്കാനും ബ്രേക്ക് ചവിട്ടുമ്പോഴും എല്ലാം നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പ്ലാന്? ഇപ്പോൾ ദേവാസുരം ഇറങ്ങി, രാവണപ്രഭു ഇറങ്ങി, അതുപോലെ രണ്ടാമതൊരു ആള് വരാനുള്ള ചാൻസ് കാണുന്നുണ്ടോ? അതെല്ലാം പക്ഷെ വേറെ കാര്യമുണ്ട്, വലിയ വണ്ടി പ്രാന്ത് അവിടെ ഉള്ളല്ലേ. അവിടെ വന്ന് ഇങ്ങനെ ഒരു വണ്ടി എടുക്കണമെന്ന് പറഞ്ഞു. നമ്മൾ സാധാ ഒരു കുടുംബത്തിൽ പറയുന്ന പോലെ വേണ്ട എന്ന് ആദ്യം പറഞ്ഞു. എങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ നമ്മൾ എതിർത്ത് പറയത്തില്ല, എടുത്തു. അപ്പോൾ പുള്ളിക്കാരൻ്റെ താല്പര്യപ്രകാരം അതേപോലെ വേണ്ടുന്ന മെയിൻ ഇതെല്ലാം ചെയ്തു നന്നായിട്ട്. അപ്പോൾ പേരിട്ട് നീലകണ്ഠൻ എന്നാൽ അതുപോലെ ഇല്ല പറയുന്ന പോലെ എന്തുവാ, എടുപ്പുള്ളൊരു കൊമ്പനെ പോലെ അതേപോലെ പണിഞ്ഞിറക്കാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇതൊരു ഈ പറയുന്നത് പോലെ ഇതൊരു തുടക്കം. അതുകൊണ്ടാണ് ചെറിയ ഒരു 17 സീറ്റിൻ്റെ എടുത്തത്. എന്തായാലും ഇനിയും സാധ്യതകളുണ്ട് എടുക്കാനുള്ളൊരു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ വർഷം അവസാനം ഒരു കമ്പനി, ഈ മംഗലശ്ശേരിയുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഫുഡ് പ്രൊഡക്റ്റുകൾ രജിസ്റ്റർ ചെയ്ത് ഫേമായിട്ട്, തീർച്ചയായിട്ടും ഒരു ഫേമായിട്ട് രജിസ്റ്റർ ചെയ്ത് IGFC രജിസ്റ്റർ ചെയ്ത് ഇറക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസ്ഥാനം വളർന്ന് പന്തലിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ചോദിക്കാൻ നിൽക്കുന്നു, കാരണം നമ്മൾ ഈ ഫീൽഡായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ തുടക്കം എന്ന രീതിയിലാണ് ഇതിനെ ഇറക്കിയിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ എന്താ പ്ലാന്, ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാൻ? ഇപ്പോൾ ഓട്ടങ്ങളും അത്യാവശ്യം കംപ്ലീറ്റ് ആയി തുടങ്ങി. ഉണ്ട്, തീർച്ചയായിട്ടും. അത് ഈ പറയുന്ന പോലെ വളരെ ദൂരെ നിന്ന് ഈ ഇങ്ങനെ പല രീതിയിൽ ഇപ്പോൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ പുറത്ത് അറിഞ്ഞ് ആൾക്കാർ വളരെ ദൂരെ നിന്നുള്ള ഫേസ്ബുക്കിലൂടെ അറിഞ്ഞ് അതെ, ഇന്ന് രാവിലെയും അങ്ങനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഓട്ടങ്ങൾ അങ്ങനെ വരും തീർച്ചയായും. എന്താ വെച്ചാൽ ഇപ്പോൾ ഈ ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ മറ്റെന്താ വെച്ചാൽ കോൺടാക്ട് വെച്ചിട്ടുള്ള ഓട്ടങ്ങളുണ്ട്. അതെ, ഇത് കൂടുതൽ സോഷ്യൽ മീഡിയ ത്രൂ പ്രൊമോഷൻ. അല്ല, ഇത് ഇപ്പോൾ ബാലരാമർ എന്നൊരു ഓട്ടം അവർ വിളിച്ചിട്ട് അവർ തന്നെ നമ്മുടെ വീട്ടിലെ ആ സ്പോട്ടിൽ നിന്ന് അവിടെ എത്തി, പിന്നെ അവർക്ക് പോകേണ്ട മൊത്തം കിലോമീറ്റർ അവർ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അത്ര കിലോമീറ്ററിന് എത്ര ആവും
എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അല്ലാതെ അപ്ഡേറ്റഡ് ആണ് അതെ ആൾക്കാർ. തീർച്ചയായിട്ടും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഈ വണ്ടീൻ്റെ ഉള്ളിലേക്ക് പോവാം. ശമ്പട്ടം എന്താ ശമ്പടങ്ങൾ ഇങ്ങനെ മാറി ടയർഡായിട്ടുണ്ട് ടയർഡായോ? വെയിലൊക്കെ അല്ലേ. അപ്പോൾ ടയർഡ് മാറ്റാൻ അതിന് പണിയുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോയാലോ? ഒന്ന് ഒരു ജിൽ പാട്ടൊക്കെ ഇട്ട് അടിപൊളി പോലെ. അതെ, മച്ചന്മാരെ നമ്മൾ നല്ല കിഡിലെ റണ്ണിങ് വിഷ്വൽസ് ഉണ്ട്. ആ ഗ്യാപ്പിൽ അതൊന്ന് കണ്ടിട്ട് ആയിരിക്കും. അപ്പോൾ സാറേ നമുക്ക് നമ്മുടെ വണ്ടിയുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ ശംഭു അണ്ണൻ ദൈവപ്പെട്ടിരിക്കുന്നുണ്ട്. അല്ലേ ശംഭുണ്ണ ഷാറല്ലേ? നിങ്ങളെ ക്ഷീണൊക്കെ മാറിയോ? ക്ഷീണമൊക്കെ മാറി. കാവൽ മാലാഖമാരെ കാത്തോളനെ കണ്ണടക്കരുത് അല്ലേ? അപ്പോൾ മച്ചാമാരെ ഇതാണ് നമ്മുടെ ഓവറാൾ ഒരു ക്യാബിൻ ലുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാഷ്ബോർഡ് ലുക്ക്. ബാക്കോട്ട് വരുമ്പോൾ ഇതാണ് മച്ചാന്മാരെ നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ. നമ്മുടെ ചേട്ടൻ കൃഷ്ണകുമാരേട്ടൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചക്കര പവറാക്കിയുണ്ട്. നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ഇതൊന്നും നമ്മൾ എടുത്തു പറയുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. മച്ചന്മാരെ പക്ക പ്രീമിയം ആയിട്ട്, അതായത് സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തൊരു, ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം മൊത്തത്തിൽ വുഡൻ ഫിനിഷ് ഒക്കെ വരുന്നുണ്ടല്ലേ അല്ലേ? ഒരു പിടിയിലാണ് പാറ്റേണിലാണ് വുഡൻ, ഒരു ബീച്ച് കളറിലെ പാറ്റേണിലാണ്. അതെ. പിന്നെ നമുക്ക് ഏതായാലും ഫ്രണ്ട് നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. മച്ചാന്മാരെ ആദ്യം തന്നെ ഈ സീറ്റ് ഇങ്ങോട്ട് ബാക്കോട്ട് വെക്കാം. ഇതൊക്കെ ലോക്ക് ഉണ്ടല്ലോ അല്ലേ? ഇപ്പോൾ സീറ്റ് ബാക്കോട്ടാക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ സീറ്റ് കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ കമ്പനി വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സീറ്റ് കാര്യങ്ങളൊന്നുമല്ല വരിക. ഇത് മൊത്തത്തിൽ അവർ കസ്റ്റമൈസ് ആയിട്ട് ജോഷിന്ന് അടിമുടി മാറ്റിയതാണ്. പിന്നെ ഡാഷ്ബോർഡ് ആണെങ്കിൽ ഡാഷ്ബോർഡ് പോലും അവിടുന്ന് മാറ്റിയിട്ടില്ല ഏട്ടാ. ഡാഷ്ബോർഡ് നമ്മുടെ കമ്പനി വന്ന ഡാഷ്ബോർഡ് മാറ്റി ജോഷിന്റെ തന്നെ പുതിയ ഡാഷ്ബോർഡാണ് വെച്ചേക്കുന്നത്. ഇത് ഈ വുഡൻ വർക്ക് എല്ലാം അവിടുന്ന് ചെയ്താലേ? ഇതൊഴിച്ച് ഇത് വർമാസ്, ഇതൊക്കെ ജോഷിന്ന് തന്നെ വന്നത് ഈ സംഭവം. അതായത് സ്റ്റിയറിംഗിന്റെ മേലെ ഇത് പിന്നെ വർമാസിന്റെ സെപ്പറേറ്റ് ചെയ്തത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു അതായത് ട്രാവലർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ ട്രാവലറിന്റെ വീഡിയോ കണ്ടാൽ അറിയാം ഇതും അതും തമ്മിലുള്ള വ്യത്യാസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കോ മോഡിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ കുറച്ച് അപ്പുറത്തായിരുന്നു, ഇതൊക്കെ കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി അല്ലേ? ഇത് അവരുടെ സ്റ്റീരിയോ വെക്കാനും റിവേഴ്സ് ക്യാമറ വെക്കാനും സെപ്പറേറ്റ് ഒരു ഇത് വെച്ചപ്പോൾ അതിനകത്ത് ശരിയാണല്ലോ. ഇത് സ്വിച്ച് മൊത്തത്തില് അവിടുന്ന് മാറ്റിയതാ, വർമാസിന്ന് മാറ്റിയതല്ല. ഈ സ്വിച്ച് മൊത്തം ആ ഭാഗത്ത് ചെയ്യുന്നു, അതൊക്കെ എടുത്തിട്ട് നടുവിക്ക് വന്നു. സംഭവം കൊള്ളാം, വെറൈറ്റി. എനിക്ക് ഇതിൻ്റെ ഗിയർ ലിവറാണ് ഭയങ്കര ഇഷ്ടമായത്. അതായത് ഈ എന്താ വുഡൻ ഫിനിഷിൽ ഈ റക്സിൻ വർക്കിൻ്റെ ഇടയിൽ ഒരു തളികയിൽ എന്തെങ്കിലും വെച്ച പോലെ അല്ലേ? ഇതിപ്പോൾ ന്യൂട്രലാണ് കറക്റ്റ് സെൻറ്ററിൽ. ക്ലച്ച് ചവിട്ടിയേട്ടാ ഇത് കണ്ടില്ലേ ഫസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞ മച്ചന്മാരെ ഒരു കാർ ഓടിക്കുന്ന, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാർ ഓടിക്കുന്ന പോലെ സിമ്പിളായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ ട്രാവലർ എന്ന് പറഞ്ഞാൽ. ഇതിൽ കറക്റ്റ് ഇതിൻ്റെ ഗിയറിൻ്റെ ആ ഒരു ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ 1 2 3 4 5 കാറിൻ്റെ കറക്റ്റ് സിസ്റ്റം. റിവേഴ്സ് മാത്രം ലെഫ്റ്റിക്ക് വലിച്ചിട്ട് ഇവിടെ ഒരു ബട്ടൺ പോലെ സാധനം, ഇത് മുകളിലേക്ക് വലിക്കുക, ഇങ്ങോട്ടാക്കുക, ഇങ്ങോട്ടാക്കുക, ഇതാണ് റിവേഴ്സിൻ്റെ പരിപാടി. അപ്പോൾ ഇത്രയാണ് ഗിയറിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഇതാണ് ഓവറോൾ ഫ്രണ്ടിലെ കാര്യങ്ങൾ. ടി വി ഒന്ന് നോക്കി വെച്ചാൽ നല്ല അടിപൊളി വലിയ ടി വി കിട്ടും. ഇതൊക്കെ ട്രാവലറിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബട ഇത് ചെരിച്ചു കൊടുത്തോണ്ട് എന്ത് സുഖ കാണാനൊക്കെ. മറ്റത് ഒരു സുഖമില്ലേ? സ്റ്റോറേജ് യൂണിറ്റ് ഉണ്ട് ഇവിടെ, സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് റിമോട്ട് എടുത്താണ്, വേറൊന്നുമല്ല. ഒരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സംഭവം നമ്മുടെ അല്ലേ? ഈ ബ്ലോവറും ഇഷ്ടമായി. ബ്ലോവർ കറക്റ്റ് എസിയുടെ ബ്ലോവർ അല്ലേ? അതെ കണ്ടില്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഫോഴ്സിന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ഇതൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്താണ് ഈ ബ്ലോവർ കാര്യങ്ങളൊക്കെ. ശരിക്കും 17 സീറ്റിന് ഇത് ഫ്രണ്ടിലും ബാക്കിലും മാത്രമുള്ളായിരുന്നു AC വണ്ടി. 17 സീറ്റ് കമ്പനി ആണെങ്കിൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും മാത്രമുള്ളായിരുന്നു അല്ലേ? ഇത് മൊത്തത്തിൽ കസ്റ്റമൈസ് ചെയ്ത്. ഇതിപ്പോൾ ജിങ്കി AC ആണല്ലോ അല്ലേ? അല്ല, നമ്മള് ഷോറൂമിൽ ഇറക്കിയപ്പോൾ AC അല്ലാതെ ഇറക്കിയത്. നോൺ AC വണ്ടി എടുത്തിട്ട് നമ്മൾ
ജിങ്കിയിൽ AC കയറ്റിയതാ. ആ ശരി, കമ്പനി AC വരികയാണെങ്കിൽ ഫ്രണ്ടിൽ ബാക്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? കമ്പനി AC വരികയാണെങ്കിൽ ഫ്രണ്ട് ബാക്ക് മാത്രം. ആ ഓക്കെ. അപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ജിങ്കി AC ആണ്, കണ്ടില്ലേ? ഓരോ ബർത്തിന് നേരെയും വെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതാണ് AC-യുടെ. AC-ന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പൊതുവെ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിലായിക്കോട്ടെ ഏത് വണ്ടിയിലായിക്കോട്ടെ ജിങ്കി AC-ക്ക് ഭയങ്കര ഡിമാൻഡാണ്. റീസെയിൽ വാല്യൂ ഭയങ്കര കൂടുതലാണ് ജിങ്കി AC-യുള്ള വണ്ടികൾക്ക്. അതെ. അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ കാര്യങ്ങൾ. ബാക്കോട്ട് വരുമ്പോൾ കണ്ടില്ല മച്ചാന്മാരെ, ആ ഒരു കസ്റ്റമൈസേഷൻ, അതായത് ജോഷിന് കസ്റ്റമൈസ് ചെയ്ത് ഇറങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കാര്യങ്ങൾ. ഇപ്പോൾ സീറ്റിൻ്റെതാണെങ്കിൽ പോലും സീറ്റൊക്കെ അത്യാവശ്യം നല്ല കുഷൻ കാര്യങ്ങളുള്ള സീറ്റാണ്. നല്ല അടിപൊളിയായിട്ട് കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു പാഡ്, സൈഡ് പാഡ് ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് നല്ല കംഫർട്ടായിട്ട് ട്രാവൽ ചെയ്യാം. ഹാൻഡ് റെസ്റ്റ് കൈ കിട്ടി പറയാന്നല്ലേ. അപ്പോൾ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങൾ. ചേട്ടാ അവിടെ ഏതോ പടം ഉണ്ട് മച്ചാന്മാരെ, ഇടുന്നുണ്ട്. ആവേശമാണ്, കോപ്പി റൈറ്റ് അടിക്കാൻ പോലെ ആവേശമൊക്കെ ഇടണ്ടായിട്ട് പടം തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീർക്കാം. അതെ, ഇതാണ് ഓവറാൾ ഒരു ഇൻറ്റീരിയർ ലുക്ക് ഉണ്ടാവും. ഇവിടെ ഒരു വർമാസിൻ്റെ ചെറിയൊരു ഡിസൈൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ആ വർമാസിൻ്റെ പോലെ ലോഗോ VA എന്ന് കൊടുത്തിട്ടുള്ള ഡിസൈനൊക്കെ ഭയങ്കര നേക്കായില്ലേ? അതെ 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 അതെ. ആ ഇവിടെ അക്കർലിക്കാട്ടോ, സെൻട്രൽ അക്കർലിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ആ ഒരു പേര് മംഗലശ്ശേരി എന്നുള്ള ആ ഒരു പേര് ഇവിടെ കാണാം. വർമാസ് ഓഡിയോൻ്റെ പാച്ചിങ് ഇവിടെ കാണാം, കണ്ടില്ലേ? ആ സ്പീക്കേഴ്സിൻ്റെ മുകളിലേ ആ ഒരു ക്യാപ്പ് പോലെ കൊടുത്താണല്ലോ, M കൊടുത്താണോ മംഗലശ്ശേരിൻ്റെ M. ആ ഇതല്ലേ? ആ ഇത് മംഗലശ്ശേരിയുടെ അല്ലേ? ആ മംഗലശ്ശേരി നിയോണിൽ ചെയ്തിട്ടുണ്ടല്ലേ, നല്ല വൃത്തിയായിട്ട്. പിന്നെ കുറച്ച് പിക്സൽ വർക്ക്, കുറച്ച് നിയോണ്, ഇച്ചിരി ലേസർ, അതൊക്കെ സർവ്വസാധാരണ. പിന്നെ വശമാരെ സൈഡിലുള്ള കർട്ടൻസ് ആണെങ്കിലും ഒക്കെ ഒരു സ്റ്റാൻഡേർഡ് രീതിയിൽ, അതായത് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള കർട്ടൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ? ചേട്ടൻ ആവേശമുണ്ട്, ആവേശം തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഒന്ന് പൊട്ടിക്കാൻ പാടേ അന്ന് സ്റ്റക്കായി നോക്കണ്ട. യൂസ് ചെയ്യാത്തോണ്ടേ ഞാൻ വേറെ ശ്രദ്ധിക്കണ്ടേ മച്ചാനാല കിടില സൗണ്ട് ക്വാളിറ്റി കേട്ടോ. ചേട്ടൻ ചുമ്മാ പടം വെറുതെ ഇട്ടതായിരുന്നു, മീൻസ് സൗണ്ട് ഒന്നും ഇടാണ്ടിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ സൗണ്ട് ഇടാൻ പറഞ്ഞതാ. നല്ല സൗണ്ട് ക്വാളിറ്റി കേട്ടോ, ഇല്ല നിമലേ? അതെ, വർമാസിനെ കുറിച്ച് അതിന് എതിരഭിപ്രായമല്ലല്ലോ. അതെ, എന്നും എപ്പോഴും നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളൂ വർമാസ്. അതെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വണ്ടിയുടെ കാര്യങ്ങൾ പറയാനുള്ളത് മൊത്തത്തിൽ. പിന്നെ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, നമ്മൾ പൊതുവെ പണ്ട് മുതലേ കണ്ടിട്ടുള്ളതാണ് ഈ സൈഡിൽ ഒരു ഡിസൈൻ ഉണ്ടായിരിക്കും. അത് കാലഘട്ടത്തിനനുസരിച്ച് ആ സംഭവം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടെ ഇങ്ങനെ മാറും, നമ്മുടെ ഇഷ്ടമാണ് അതിൻ്റെ ഉള്ളിൽ എന്ത് വെക്കണം, കസ്റ്റമൈസേഷൻ. അതെ. പിന്നെ അതേപോലെ ഇവിടെ ഉണ്ടാവും. ഇതൊക്കെ ട്രാവലറിൽ കുറേ ആയിട്ട് കണ്ടുവരുന്ന സംഭവങ്ങളാണ്. അതിലുപരി അഡീഷൻസ് ആയിട്ട് പുതിയ ടെക്നോളജിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ട്രെൻഡിനനുസരിച്ച് വരുന്നതാണ് ഇങ്ങനെ കുറേ സംഭവങ്ങൾ, അല്ലേ? അതായത് നമുക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, ആ ഐഡിയ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതിന് പറ്റിയൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ട്രാവലർ. ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ പല വണ്ടികൾ കാണിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ഓട്ടങ്ങൾക്കും കോൺടാക്ട് ചെയ്യാം. പ്രീമിയം ആയിക്കോട്ടെ, ഇനി കോളേജ് യാത്രകളായിക്കോട്ടെ, ഇനി ഡിവോഷണൽ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള യാത്രകൾക്കും ഇവിടെ എടുക്കാം. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയണേ മച്ചന്മാരെ. ഓരോ സീറ്റിൻ്റെ സൈഡിലായിട്ടും കണ്ടില്ലേ മൊബൈൽ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്, നോർമലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന്മാരെ ഇത്രയൊക്കെയാണ് നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അടിപൊളിയായിട്ടാണ് നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും. എക്സ്റ്റീരിയർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കളറാണ്, സ്റ്റാൻഡേർഡ് വണ്ടിയാണ്. പക്ഷേ ആ വൈറ്റ് കളർ തന്നെ ഒരുപാട് കസ്റ്റമൈസേഷൻ കൊണ്ടുവന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട്, അല്ലേ? അതെ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഭയങ്കരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഓവറാക്കാതെ എന്നാൽ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. താനും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഓട്ടങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഈ സൈഡിലും ഇങ്ങനെ ഇത്രയൊക്കെയാണ് ചെങ്ങനെ കാര്യങ്ങൾ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ മാത്രമല്ല ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജിൽ കയറി നോക്കുക. അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ മച്ചന്മാരെ, ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ് ഫ്രം മംഗലശ്ശേരി നീലകണ്ഠൻ.